പ്രിയമുള്ള FB സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് പകല് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു FB ലൈവിനെ കുറിച്ച്. നിയോ ലിബറൽ കാലത്തെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിസന്ധികൾ എന്നതായിരുന്നു വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും ഞാൻ കുറേ FB ലൈവുകൾ ചെയ്തിട്ടുണ്ട്. ഇതേ തലക്കെട്ടോടു കൂടിയല്ല എന്ന് മാത്രം. മുൻപുള്ള FB ലൈവുകളിൽ കുറേയൊക്കെ നവോദാരവൽക്കരണം എങ്ങനെയാണ് ഒരു പൊതുസമൂഹത്തെ സാരമായി സ്വാധീനിക്കുക, തൊഴിലാളി വർഗത്തെ എപ്രകാരമാണ് അത് സ്വാധീനിക്കുക എന്നെല്ലാം വളരെ ലളിതമായ രീതിയിലുള്ള FB ലൈവുകൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ ഈ ലൈവിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് 6.5 ലക്ഷം കോടി രൂപ അല്ലേ, നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കക്ഷി ഒരു മാസമായി 6.5 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നമസ്കാരം ഡിയർ, വിറ്റ് സമാഹരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തെ. ആറര ലക്ഷം കോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പലതും പെടും. നവരത്ന, മിനിരത്ന സ്ഥാപനങ്ങൾ, വിമാനത്താവളങ്ങൾ, അതുപോലെ തുറമുഖങ്ങൾ, ഹായ് നമസ്കാരം, അതുപോലെ റെയിൽവേ, റോഡുകൾ, അങ്ങനെ പലതും ഉണ്ട്. അതുപോലെ ഇൻഷുറൻസ് മേഖല, ബാങ്കിങ് മേഖല, പവർ സെക്ടർ, വൈദ്യുത മേഖല, പ്രതിരോധ മേഖലയിൽ തന്നെ തന്ത്രപ്രധാനമായ സാമഗ്രികൾ നിർമ്മാണ യൂണിറ്റുകൾ, കാർഷിക മേഖല, ബയോകെമിക്കൽ മേഖല, പെട്രോളിയം പ്രകൃതിവാതകം മേഖല, അതുപോലെ നമ്മുടെ പൊതുമേഖലയിലുള്ള വാക്സിനുകൾ, ഔഷധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മേഖല, ഇങ്ങനെ സർവത്ര മേഖലയിലും സ്വകാര്യ മൂലധനത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം പ്രിയ സുഹൃത്തെ. സ്വകാര്യ മൂലധനത്തെ സ്വാഗതം ചെയ്യുന്നതിൽ സ്വകാര്യ മൂലധനമായി വരുന്ന വ്യവസായികളോടോ സംരംഭകരോടോ യാതൊരുവിധ വിദ്വേഷമോ അല്ലെങ്കിൽ യാഥാസ്ഥികമായ വളരെ ഓർത്തഡോക്സമായ സഖാവേ നമസ്കാരമുണ്ട്. സഖാവിനെ എൻ്റെ ഇതൊക്കെ സ്മരണ വരുമ്പോൾ ഞാൻ നമ്മളെ കുന്നംകുളം സ്മരണകളപ്പം എനിക്കിങ്ങനെ ഓർമ്മ വരും. ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു പാപ്പൻ്റെ മകളെ കല്യാണം കഴിച്ച് കൊടുത്തിരിക്കുന്നത് അടിപ്പെട്ടി കുന്നിൻ്റെ താഴത്താണ്. അടിപ്പെട്ടി പള്ളി കഴിഞ്ഞ് അങ്ങോട്ട് കീഴ്പട്ടയ്ക്ക് അങ്ങോട്ട് വലിയൊരു കുത്തന ഇറക്കത്തിൽ റൈറ്റ് സൈഡിലാണ്. കള്ള് ഷാപ്പിൻ്റെ, പണ്ട് ചാറയ ഷാപ്പ് ഉണ്ടായിരുന്നു, ഇപ്പം കള്ള് ഷാപ്പിൻ്റെ തൊട്ട വീട്. മോഹനൻ എന്നാണ് ആളിയൻ്റെ പേര്. അദ്ദേഹം മരണപ്പെട്ടു. കുന്നംകുളത്ത് ഫ്രൂട്ട്സ് കച്ചവടമൊക്കെ ആയിരുന്നു. 2 മക്കളാണ്, ഉദയൻ, സുധീർ. അതൊക്കെ എൻ്റെ പാപ്പൻ്റെ മോളുടെ മക്കളാണ്. അപ്പം എൻ്റെ എന്താ പറയുക, ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിൽ ഞാൻ കുന്നംകുളത്ത് ചെലവഴിച്ചുള്ളതാണ്. കുന്നംകുളത്ത് വടക്കാഞ്ചേരി റോഡിൽ പകൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടും
രാത്രി പട്ടാമ്പി റോഡിൽ നൈറ്റ് ഓടുമ്പോൾ പട്ടാമ്പി റോഡിലേക്ക് വരും വണ്ടികൾ. അതുപോലെ എനിക്ക് കുന്നംകുളത്ത് ഈ ബിജേട്ടൻ മാത്രമല്ല ധാരാളം ആളുകളായിട്ട് സൗഹൃദങ്ങളുണ്ട്. പന്തല്ലൂര്, ചൊവ്വന്നൂര്, മരത്തങ്കോട്, എന്തിനും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ധാരാളം സൗഹൃദങ്ങളുണ്ടാവും. അന്നത്തെ സൗഹൃദം ഇന്നത്തെ സൗഹൃദം പോലെയല്ല, ആർട്ടിഫിഷ്യലല്ല. ഇന്നും നല്ല സൗഹൃദങ്ങളുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൂട്ടായ്മയാണ്. എന്തിനും ഏതിനും പണത്തിന് മാത്രമേ കുറച്ച് കുറവുള്ളൂ. പക്ഷെ സൗഹൃദമൊക്കെ എന്ന് പറഞ്ഞാൽ സിമെന്റിൽ ഇട്ട് ഉറച്ച പോലത്തെ സൗഹൃദങ്ങളാണ്. ഞാനും ഒക്കെ അന്നാണ് ഞാൻ നമസ്കാരമുണ്ട് സുനിൽ സാറേ. അലിക്കൽ മോഹനൻ, അതന്നെ മൂപ്പര് എഴുമ്പളെ അപ്പൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചേച്ചി തന്നെ, നമ്മളെ ചേച്ചിയുടെ ഭർത്താവ് അളി തന്നെയായിരുന്നു. എൻ്റെ ഗോവിന്ദപ്പാപ്പൻ്റെ മരുമകനാണ് ഈ പറയുന്ന ആലിക്കൽ മോഹനൻ. മോഹനൻ എന്നാണ് മുഴുവൻ പേര്. അദ്ദേഹം മരണപ്പെട്ടു കുറേ കാലം ഷുഗറൊക്കെ ആയിട്ട് കരണ്ടൊക്കെ സുഖം. അപ്പം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കഷ്ടി 20, 25, ഒരു 26, 27 കൊല്ലം മുമ്പ്, 26 ആയിണ്ടാവില്ല, സർവീസിൽ കയറിയിട്ടിപ്പോൾ 20 കൊല്ലം വരെയായി. 25 കൊല്ലം, 23, 22 കൊല്ലം, 24 കൊല്ലമായി ഉണ്ടാവും. 24 കൊല്ലമൊക്കെ ആകുമ്പോൾ ഞാൻ കുന്നോളത്തുണ്ട്. അന്നൊക്കെ ബിജേട്ടനൊക്കെ സംഭവം തന്നെയാണ്, ഇന്നും സംഭവം തന്നെ. മൈ ഡിയർ കോമ്രേഡ്, വലിയ സന്തോഷം. വിഷയത്തിലേക്ക് വരാം. പിന്നെ നമ്മളെ സാറ്, ബഹുമാനപ്പെട്ട സുനിൽ സാറ് വന്നിട്ടുണ്ട്. പിന്നെ ജ്യോതി വ്യവസ്ഥകാവ് പള്ളിക്കര. ഓക്കെ, അപ്പോൾ അങ്ങനെ എൻ്റെ ഇറ്റുമാത്തേട്ടൻ മാഷാണ് അദ്ദേഹം എൻ്റെ ലാലു പന്തല്ലൂരെയാ. പടച്ചോനെ, ഇതപ്പം പറഞ്ഞല്ലോ. ഞാൻ ഇമ്പളെ ബിജേട്ടനോട് ഇമ്പളെ ഭൂതകാല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. എൻ്റെ ഈ ലാലു പന്തല്ലൂർ എന്ന് പറയുന്ന ഈ മഹാൻ ഇപ്പോൾ ഗൾഫിലൊക്കെ വലിയ സംഭവമാണ്. അദ്ദേഹം ഫിറ്റ്നസിൻ്റെ ഇതൊക്കെ നമുക്ക് എപ്പോഴും FB-യിൽ കാണാം. ഈ ലാലും ഞാനും ബിജേട്ടനും കുറച്ച് കാലം ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ടെന്ന് തോന്നണു, ഇല്ലേ? ഉണ്ട്, ബിജേട്ടനും കുറച്ച് കാലം ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്. ഞാൻ അജി, ലാല്, ഈ പറയണ ലാലു പന്തല്ലൂര്, രാമൻ, ഒരു സംഭവം ടീമുണ്ട് ഞങ്ങള്. ഒരു സെറ്റപ്പാണ്. അപ്പൊ ആ സ്മരണകൾ വരികയാണ്. അപ്പോ 6 വിഷയത്തിലേക്ക് വരാം. 6 ലക്ഷം കോടി രൂപ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ രീതിയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുകൊണ്ടോ അല്ലെങ്കിൽ ഓഹരികൾ 51% വരെ സർക്കാരിൽ, 49% സ്വകാര്യ എന്നുള്ള അതിൻ്റെ നിയന്ത്രണമൊക്കെ പോയി. കൂടുതൽ ഓഹരി സ്വദേശത്തുള്ള കോർപ്പറേറ്റ് കുത്തക കമ്പനികൾക്ക് മാത്രമല്ല, വിദേശ കോർപ്പറേറ്റുകൾക്ക്. വിജയേട്ടന് വണ്ടി ഓടിച്ചിരുന്നു. നിങ്ങൾക്കും നിർബാധ മേഖലയിലേക്ക് കടന്നു വരാം. നമസ്കാരം ലിഷ പ്രസാദ്. ഇതിൻ്റെ ഒരു വലിയ ഒരു അപകടം എന്ന് പറയുന്നത്, നമ്മുടെ ഈ കക്ഷി രാഷ്ട്രീയ സങ്കുചിത കേവല കക്ഷി രാഷ്ട്രീയം എന്ന് പറയും. കക്ഷി രാഷ്ട്രീയം എല്ലാ ആളുകൾക്കുണ്ട്. അത് ഓരോരുത്തരെ വ്യക്തിപരമായ, ഞാനിപ്പോൾ ലാല് ഒരു BJP പ്രവർത്തകനാണ്. അതുപോലെ ഞാൻ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. വിജയേട്ടൻ ഇടതുപക്ഷത്തിൻ്റെ വലിയ കോമ്രേഡാണ്. വേറെ കോൺഗ്രസ്സുകാരുണ്ട്, പല രീതിയിലുള്ള പാർട്ടികളുണ്ടാവും, ലീഗ്, കോൺഗ്രസ്, ഇതൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അത് കേവല കക്ഷി രാഷ്ട്രീയം എന്നാണ് അതിനെ പറയുക. കേവലം എന്ന് പറഞ്ഞാൽ മോശം എന്നല്ല. നമ്മുടെ നാട്ടിൻപുറത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്, ഓരോ പാർട്ടികളുണ്ടാവും. ഓരോ സംസ്ഥാനത്ത് വേറെ പാർട്ടി ഉണ്ടാവും. തമിഴ്നാട്ടിലാണ് DMK, ADMK, AIDMK,
പിന്നെ മറ്റുള്ള പാർട്ടി, രജനീകാന്തിൻ്റെ പാർട്ടി, അങ്ങനെ ഒരുപാട് പാർട്ടികളുണ്ടാവും. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പാർട്ടികൾ കൂടാതെ ദേശീയ പാർട്ടികളാണ് കോൺഗ്രസും ബി ജെ പിയും. ഇടതുപക്ഷത്തിന് ദേശീയ പാർട്ടിയുടെ പദവിപ്പുണ്ടോ എന്നെനിക്കറിയില്ല. അത് വേറെ കാര്യം. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകളിലും പാർട്ടി പരിപാടികളൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. എന്നാൽ വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിൽ ഊന്നിയിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സ്വത്വബോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ മനഃശാസ്ത്രം എങ്ങനെയാണ്. അതുകൊണ്ടാണ് എപ്പോഴും ആൾക്കാർ പാർട്ടി മാറാത്തത്. ഇപ്പോൾ ഒരാൾ വളർന്നു വരുമ്പോൾ അവനിൽ ലീനമായിരിക്കുന്നതാണ് അവൻ്റെ പാർട്ടി. അവൻ്റെ പാർട്ടി എന്ന് പറയുന്ന അവൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരൻ ആ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് വലിയ മേന്മ പറഞ്ഞാലും മറ്റവൻ അവിടെ നിന്ന് പറയുന്നത് അവൻ്റെ സ്വത്വബോധമാണ്. സ്വത്വത്തിൽ, രക്തത്തിൽ, മാംസത്തിലെല്ലാം ഓരോരുത്തരുടെ രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ഒരു എന്താ പറയുക, അത് ആത്മസ്വരൂപമായി അടങ്ങിയിരിക്കുന്നു. അത് അടങ്ങിയിരുന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ രാജ്യത്തിന് ഒരു വലിയ കോട്ടം വരുന്ന രീതിയിലുള്ള സാമ്പത്തിക കാര്യങ്ങൾ ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അതുണ്ടാക്കാൻ പോകാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്ന് രാഷ്ട്രീയത്തിന് അതീതമായ ആളുകൾ മനസ്സിലാക്കേണ്ടത് വളരെ നല്ലതാണ്. കാരണം ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരൻ എന്നുള്ള നിലക്ക് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുക? ഈ രീതിയിലുള്ള സാമ്പത്തിക പരിഷ്കരണങ്ങൾ കൊണ്ട് ബഹുഭൂരിഭാഗം വരുന്ന, ഇന്ത്യ എന്ന് പറയുന്നത് വലിയ ഭാഗം വരുന്ന സാധാരണക്കാരൻ ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ചെറുന്യൂനപക്ഷം, ശതകോടീശ്വരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% പോലും വരില്ല. സഹസ്രകോടീശ്വരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2% പോലും വരാത്ത 130 കോടിയിലേക്ക് കൂടുതലുള്ള, അനൗദ്യോഗികമായി പറഞ്ഞാൽ 140 150 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യ രാജ്യത്തെ 95% ആളുകളും സാധാരണക്കാരാണ് എന്ന് പറയുമ്പോഴാണ് നമ്മളതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഈ സ്വകാര്യ മൂലധന ഈ കോർപ്പറേറ്റ് കുത്തകകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ മൂലധനമായിട്ടുള്ള വ്യവസായം എന്തുവേണം നടത്താൻ അവർ തയ്യാറാവും. ഇപ്പം റിലയൻസ്, ഒരുപാട് കമ്പനികൾ, അദാനി, അല്ലേ? ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവരുടെ ഒരു സ്വകാര്യ കുത്തക മുതലാളിക്ക് ഒരു വസ്തു, ഇപ്പം നമ്മൾ നമ്മുടെ ആധാരം തന്നെ പണയം വെച്ചിട്ട് കാശെടുക്കാറുണ്ട്, ഇല്ലേ? ഏതൊക്കെ രീതിയിലാണ്? 10,000 രൂപ 25,000 രൂപയ്ക്ക് ആണെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണ്ട. ഈ ആധാരം ഈ പലിശക്കാരൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. ഞങ്ങൾ പറയാം അത് ചെറിയ എമൗണ്ട് അല്ലേ, ഒരു ഉറപ്പിനെന്ന് വിട്ടിരിക്കട്ടെ. നേരെ മറിച്ച് ഒരു 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ എന്ത് വേണം? സാധാരണ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? ഈ ആധാരം രജിസ്റ്റർ ചെയ്ത് മേടിക്കും. ഈ രജിസ്റ്റർ ചെയ്യുന്ന പണം ആര് കൊടുക്കണം? പണം പലിശയ്ക്ക് മേടിക്കുന്ന ആള് കൊടുക്കണം. അത് പലിശക്കാരൻ തരില്ല. അതായത് പെട്ടെന്ന് ഒരു ഇടത്തരക്കാരന് അടിയന്തിരമായി 5 ലക്ഷം രൂപ ആവശ്യം വന്നു. അയാൾ ഒരു ബാങ്കിലേക്കോ മറ്റോ പോയി ആ പണം സ്വരൂപിക്കുമ്പോഴേക്കും നേരം വെളുക്കും. അതുവരെ കാത്തിരിക്കാനുള്ള നൗഫൽ നാസർ, നമസ്കാരമുണ്ട്, സമയം അയാൾക്കില്ല. അപ്പം നമ്മളെ നാട്ടിൻപുറത്ത് എല്ലാ ആളുകളും ചെയ്യാൻ എന്തെന്നാ, പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരെന്നെയാണ് സമീപിക്കുക. അങ്ങനെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, ഡെയിലി അടവിന് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, വലിയ ആൾക്കാരുണ്ടാവും. ഇത് വലിയ ആൾക്കാർ ഇതിൻ്റെ കിടന്ന മറ്റേ സഖാവ് ഷിജു അവരെന്ത് പറയും? നിങ്ങൾ ആധാരം ഞങ്ങൾക്ക് രജിസ്റ്റർ തന്നോളൂ. രജിസ്റ്റർ ചെയ്യാൻ ചിലപ്പോൾ 35,000 40,000 രൂപ വന്നാലും ആ പണം കൂടി ആ വ്യക്തി
ആ വ്യക്തി കൊടുക്കണം. എന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ ഒരാൾക്ക് പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു പലിശക്കാരൻ അയാൾക്ക് നഷ്ടം വരുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യില്ല. ഈ 5 ലക്ഷം രൂപയുടെ വസ്തു ചിലപ്പോൾ 10-20 ലക്ഷത്തിൻ്റെ അയാളുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് വലിയ എമൗണ്ട് കൊടുക്കണേ. മറ്റേ അത് എടുത്താലും എന്താ, എടുത്തില്ലെങ്കിൽ എന്താ, ഇയാൾക്ക് അയാളുടെ പേരിലാണ് യാപൂരിയിടം. ഇതേപോലെ തന്നെയാണ് കോർപ്പറേറ്റ് കുത്തകൾക്ക് രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ലീസിന് കൊടുക്കുമ്പോൾ വ്യവസ്ഥ ഉണ്ട്, ഇത്ര വർഷത്തേക്കാണ് പാട്ടത്തിന്. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ആവശ്യപ്പെടുക, 6 ലക്ഷം കോടി രൂപ ഇന്ന പീരീഡിൽ ഉണ്ടാക്കണമെങ്കിൽ ഈ 6 ലക്ഷം രൂപ കോടിക്ക് ഇത് വിൽക്കാൻ, ഈ സാധനം വിൽക്കുമ്പോൾ മേടിക്കാൻ വരുന്ന കച്ചവടക്കാരനെ അയാൾക്കൊരു ഗുണം വേണ്ടേ? ഇപ്പം റോഡുകൾ വിൽപ്പനയ്ക്ക് വെക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡും ആ മണ്ണും കൂടിയിട്ട് ഇതായിട്ട് മാന്തി എടുത്ത് കൊണ്ടുപോകുന്നതല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. തൃശ്ശൂർ തൊട്ടിട്ട് കുറ്റിപ്പുറം വരെയുള്ള ആ റോഡ് വിൽക്കുകയാണ്, അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കുകയാണ്. സ്വകാര്യവൽക്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര കോടി രൂപ ആർക്ക് കൊടുക്കണം? കേന്ദ്ര സർക്കാരിന് കൊടുക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ റോഡ് വെച്ചെങ്കിൽ എന്നിട്ട് എത്ര വർഷത്തേക്ക് അതിലൂടെ പോകുമ്പോൾ സ്വകാര്യ മുതലാളി അത് കിട്ടി എന്ത് ചെയ്യും? ആ കോടി രൂപ മുതലാവണമെങ്കിൽ കോഴിക്കോട് മുതൽ കുറ്റിപ്പുറം വരെയുള്ള റൂട്ടിൽ എന്തു കൊടുക്കേണ്ടി വരും? ടോൾ സംവിധാനം ഏർപ്പെടുത്തും, ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് ഏർപ്പെടുത്തും. ഇല്ലേ വേണ്ടപ്പം ഞാൻ തന്നെ ആയിക്കോട്ടെ. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച റോഡുകളും ആർക്കും വേണമെങ്കിലും കച്ചവടത്തിന് എടുത്തിട്ട് നടത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് എൻ്റെ കയ്യിൽ കാശുണ്ട്, ഞാനൊരു കോർപ്പറേറ്റ് കുത്തകയെന്ന് സങ്കല്പിക്കുക. ഞാൻ 100 കോടി രൂപയ്ക്ക് തൃശ്ശൂർ മുതൽ കുറ്റിപ്പുറം വരെയുള്ള നാഷണൽ ഹൈവേ ഞാൻ എന്താ ചെയ്യണത്? അവർ പറയണത് പാട്ടത്തിന് തരും നമുക്ക്. ഇപ്പം നമ്മളെ തുറമുഖങ്ങൾ അദാനിക്ക് പാട്ടത്തിന് കൊടുത്ത പോലെ 25 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 10 കൊല്ലത്തേക്ക് പ്രസാദ് നോക്കിയോളൂ, 100 കോടി ഞങ്ങൾക്ക് തന്നാൽ മതി. എഗ്രിമെൻ്റ് ഒപ്പിട്ടു. അപ്പം 100 കോടി രൂപ ഞാൻ മുടക്കിയാൽ ആ 100 കോടി രൂപ മടക്കുമ്പോൾ 100 കോടി രൂപ ഒരു ബാങ്കിലിട്ടാൽ ആ ബാങ്കിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റ് മാത്രമല്ല കണക്കൂട്ടുക, അതിനേക്കാൾ കൂടുതൽ തിരിച്ചിങ്ങോട്ടുള്ള റിട്ടേൺ ഒരു സ്വകാര്യ മുതലാളി കണക്കൂട്ടും ഇല്ലേ? അപ്പോൾ ആ സ്വകാര്യ മുതലാളി ആ പൈസ ഇറക്കിക്കഴിഞ്ഞാൽ അത് തിരിച്ച് അതിൻ്റെ ഇത്ര ശതമാനം ലാഭം കിട്ടുവെച്ചെങ്കിൽ മാത്രമാണ് കേന്ദ്ര സർക്കാരായിട്ട് ആ ഡീലിൽ അയാൾ തയ്യാറാവുള്ളൂ. അപ്പോൾ അയാളെ അല്ലെങ്കിൽ അത്തരം ഒരുപാട് കോർപ്പറേറ്റ് കുത്തക വ്യവസായികളെ അവർക്ക് താല്പര്യമുണ്ടാവുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ റോഡ് ഏറ്റെടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്താ വേണ്ടത്? അയാൾക്ക് നിശ്ചിത ഡെയിലി പൈസ കിട്ടണം. ആ പൈസ അയാൾ 100 രൂപ മുടക്കുമോടിയുടെ ഇത്ര കൊല്ലത്തേക്ക് അയാൾ ഇത്ര രൂപ അയാൾ ലാഭം വെച്ച് നോക്കും. അയാൾ എന്ത് ചെയ്യും? തൃശ്ശൂർ വിട്ട് ഉടനടി കേച്ചേരി, കൈപ്പറമ്പ്, ചൂണ്ടൽ, കുന്നംകുളം, പാറയമ്പാടം, പെരുമ്പിലാവ്, അങ്ങനെ അയാൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഒരു ടോള വയ്ക്കും. അത് വ്യവസ്ഥയായിട്ട് വന്നാൽ, പാർലമെന്റിൽ ഒരു നിയമമായിട്ട് വന്നാൽ, ഇവിടെ നമ്മൾ കുറെ ആൾക്കാർ അതിനെ സമരം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. 6 ലക്ഷം രൂപ കോടി പൊതു സമാഹരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കിയാൽ, ആ നിയമം പാസാക്കിയതിന് ശേഷം ആ രീതിയിലുള്ള കാര്യങ്ങൾ രാജ്യത്ത് നടപ്പിലായാൽ, ആ നടപ്പിലാക്കപ്പെടുന്നതിൻ്റെ അപകടം മനസ്സിലാക്കി രാജ്യത്തെ പൗരന്മാർ അതിനെതിരെ സമരം ചെയ്യാൻ പോയാൽ അതിനെ ഈ പറയുന്ന സ്വകാര്യ മുതലാളി കോടതിയിൽ പോകും. കേരളത്തിലെ സാധനം വിറ്റേച്ച് കേരള ഹൈക്കോടതിയിൽ പോവും. എന്നിട്ടെന്താ പറയാ? ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പാർലമെന്റ് കൊണ്ടുവന്ന നിയമത്തിൻ്റെ അനുസരിച്ച് കേന്ദ്ര സർക്കാരുമായി എൻ്റെ കമ്പനി ഉണ്ടാക്കിയ ധാരണപ്രകാരം എനിക്കിവിടെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്നില്ല. അതാ വരുന്നു DYFIക്കാരും RSSകാരും SDPIക്കാരനും യൂത്ത് ലീഗുകാരനും എല്ലാവരും സമരം ചെയ്യാൻ വരികയാണ് ജനങ്ങളെ പിഴിയാന്ന് പറഞ്ഞിട്ട്. ബഹുമാനപ്പെട്ട കോടതി എനിക്ക് ജീവിക്കാനുള്ള സംവിധാനം ചെയ്തു തരണം എന്ന് പറയും. കോടതി എന്താ ഉത്തരവിടുക?
പാർലമെന്റ് പാസ്സാക്കിയെടുത്ത ഒരു നിയമത്തിനെതിരെ ഉത്തരവിടാൻ കോടതിക്ക് പറ്റുമോ? പറ്റില്ല. കോടതി പറയും, നൈസായിട്ട് പോലീസിനെ വിളിച്ചിട്ട് പറയും, ആ വ്യവസായിക്ക് മാന്യമായി വ്യവസായം നടത്താനുള്ള ഭൗതിക സാഹചര്യം ഉണ്ടാക്കി കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ ആ തടയാൻ പറഞ്ഞവരൊക്കെ അടിച്ചോടിച്ചോന്ന്. ഇത്രേ ഉള്ളൂ. ലളിതമായിട്ടല്ലേ ഞാനിത് പ്രസന്റ് ചെയ്ത്. ഒന്നോർത്ത് നോക്കൂ. നിരത്തുകൾ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഇന്ത്യയുടെ 29 സംസ്ഥാനമായിട്ട് തോന്നുന്നു, 28 സംസ്ഥാനങ്ങളിലായിട്ട് വിന്യസിച്ച് കിടക്കുന്ന പവർ സെക്ടറിന്റെ വൻ വിതരണ ശൃംഖലകളുണ്ട്. അവയുടെ ആസ്തി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ചുമര് പിടിച്ച് നിൽക്കേണ്ടി വരും. ഒരു സബ്സ്റ്റേഷൻ അല്ലേ നമ്മളെ കേരളത്തിലെ 110 kV സബ്സ്റ്റേഷൻ. ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ ആ സബ്സ്റ്റേഷന്റെ കാര്യമല്ല പറയണേ. ഒരു നോർമൽ ഇപ്പം നമ്മളെ എടപ്പാള് സബ്സ്റ്റേഷൻ ഉണ്ട്, SNC ലെവലിനാണ് ആ സാങ്കേതി ചെയ്തിട്ടുള്ളത്. അത് ബഹുമാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരിക്കൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി 2.5 കൊല്ലം ഇരുന്ന കാലത്ത് മലബാറിലെ മധ്യ കേരളം തൊട്ട് വടക്കോട്ട് അതിരൂക്ഷമായ വൈദ്യുതി ക്ഷാമം നിലനിൽക്കുന്ന ഒരു സമയത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അന്നാണ് മലയാള മനോരമ അദ്ദേഹത്തെക്കുറിച്ച് മുഖപ്രസംഗം എഴുതി. ഞാൻ മറന്നിട്ടില്ല, മനോരമ ഞാൻ കഥ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെയായിരുന്നു എൻ്റെ തലക്കെട്ട്: മിന്നൽ പിണറായി. 2.5 വർഷം അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ പവർ കട്ടാ. പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്തൊന്നും ഞാൻ സർവീസിലില്ല, ഞാൻ പവർ ഷാപ്പിലേക്കാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പോൾ അത് ഊരാൻ വരും KSEBക്കാർ, ഇത്ര നേരം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട്. ഞാൻ ലൈറ്റ് ഷാപ്പിലേക്ക് അപ്പോൾ അങ്ങനെ ഭയങ്കര രൂക്ഷമായ വോൾട്ടേജിന്റെ പ്രശ്നമാണ്. ആ സമയത്താണ് 66 kV-കളൊക്കെ 110 kV ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന സംവിധാനം ഉണ്ടായി. പുതിയ 110 kV 220 മറ്റേ നമ്മുടെ എന്താ പറയാ, പെരിന്തൽമണ്ണ കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോൾ എന്താ സബ്സ്റ്റേഷന്റെ പേര്, വളാഞ്ചേരി മാലാപ്പറമ്പ് സബ്സ്റ്റേഷൻ. അന്നാണ് ഈ 66 kV എടപ്പാള് സബ്സ്റ്റേഷൻ 110 അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നത്. SNC ലാവലിൻ്റെ സാങ്കേതിക വിദഗ്ധരാണ്. ഞാൻ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. എടപ്പാൾ സബ്സ്റ്റേഷനിൽ ഞാൻ 4 കൊല്ലത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധന്മാരൊക്കെ ആരാ? കനേഡിയൻ കമ്പനിയാണല്ലോ SNC ലാവലിൻ. നമ്മുടെ ഇടുക്കി അണക്കെട്ട് പണിത ആൾക്കാർ തന്നെ. അവർ അത് വളരെ ഇതായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് പിന്നീട് ഇന്ത്യൻ എഞ്ചിനീയർമാരല്ലേ, കേരളത്തിലല്ലേ, അവരതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും CD സഹിതമുണ്ട്, പിന്നെ പുസ്തകങ്ങളുണ്ട്. ഇന്ന രീതിയിൽ എന്തൊക്കെ തകരാറുകൾ വന്നാൽ എന്തൊക്കെ ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പം ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ അവരിലിരിക്കുന്ന ഒരു സബ്സ്റ്റേഷനെ ഒരു 5 ഏക്കർ സ്ഥലത്താണ് നോക്കിയാൽ 5 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സബ്സ്റ്റേഷനെ ചുരുങ്ങിയത് അങ്ങനെ എല്ലാ സാമഗ്രികളും കൂടിയിട്ട് സ്ഥലം എല്ലാം കൂടി ആയി കഴിഞ്ഞാൽ ഒരു 500 കോടി. സാധനം നിൽക്കണ സാധനത്തിൻ്റെ നോക്കണം. 110 ആണെങ്കിൽ 500 കോടി രൂപ വില വരും. ഒരു 110 kV സബ്സ്റ്റേഷൻ പണിയണമെങ്കിൽ 500 പോരാ തോന്നുന്നു, ഇപ്പോൾ 1000 കോടി വരും. അപ്പോൾ ഇന്ത്യ ഒട്ടാകെ എത്ര സബ്സ്റ്റേഷനുകളുണ്ടാവും? ഇന്ത്യ ഒട്ടാകെ 110 ഞാൻ പറഞ്ഞു, 220 kV സബ്സ്റ്റേഷൻ, 410 സബ്സ്റ്റേഷൻ, 66 kV, 33 kV, എന്തിനു പറയുന്നു റോഡിൽ കാണുന്ന എത്ര ട്രാൻസ്ഫോമറുകൾ, നമ്മുടെ തലയ്ക്കും ഇത് കാണുന്ന 11 kV അതുപോലെ LT ലൈനുകൾ. ഷിജു PK സഖാവേ നമസ്കാരം. ഈ ലൈനുകൾ എത്ര ലക്ഷം കോടി വീതം വിലമതിക്കുന്ന മുതലാ നിങ്ങൾ വിചാരം?
7 ലക്ഷം ഒന്നും പോരാ. അതുപോലെ അണക്കെട്ടുകളിൽ നിന്നുള്ള മറ്റേ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പവർ പ്രൊജക്റ്റുകൾ, ജലവൈദ്യുത പദ്ധതികൾ, വിലമതിക്കാനാവാത്ത, കാൽക്കുലേറ്ററിൽ നിന്ന് കണക്കൂട്ടിയ വിലമതിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് വലിയ ലക്ഷം കോടിക്കണക്കിന് രൂപയുടെ സാധനം വൈദ്യുതി മേഖലയിൽ തന്നെ ഉണ്ട്. ഈ സാധനമൊക്കെ ആകർഷകമായ രീതിക്ക് ആർക്ക് വേണമെങ്കിലും നടത്താം. ഏത് വ്യവസായിക്ക് നടത്താം. അദാനിക്ക് നടത്താം, റിലയൻസിന് നടത്താം, വേണമെങ്കിൽ ജനറൽ മോട്ടോഴ്സിന് നടത്താം, പുറമുള്ള ആൾക്കാർക്ക് നടത്താം, ആർക്ക് വേണമെങ്കിലും നടത്താവുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈതൃകമായ 1947 ശേഷം ഈ രാജ്യം പഞ്ചവത്സര പദ്ധതികളിലൂടെയും ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലൂടെയും, എന്താ ക്ഷേമരാഷ്ട്ര സങ്കല്പം? ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്നത്, അതിനു മുമ്പ് ഞാൻ വേറൊരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു. റീഗനും താച്ചറിസും കൊണ്ടുവന്നതാണ് ഈ പറയുന്ന മുതലാളിത്തം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം. 91 ഇന്ത്യയിലായത്. ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുമേഖലയ്ക്ക് കുറച്ച് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതാണ്. സേവന മേഖല, പൊതുമേഖല. അത് ലാഭം മാത്രമല്ല അത് ഉദ്ദേശിക്കുന്നത്, അത് മനുഷ്യരുടെ ക്ഷേമമാണ്. നമ്മൾ കേരളത്തിൽ വേണ്ട ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ധർമാസ്പത്രികളുണ്ട്, സർക്കാർ സെക്ടറിലുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ പോയി നമ്മൾക്ക് എന്തൊക്കെ ഇളവുകളുണ്ട്? പൈസ കൊടുക്കണ്ട അല്ലേ? 13 വയസ്സ് കുട്ടി 9. ഞാൻ ഇപ്പം അടുത്ത് പൊന്നാനി താലൂക്ക് ആശുപത്രി, പൊന്നാനി കുട്ടികളുടെയും അമ്മമാരുടെയും ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ 13 വയസ്സ് വരെ, 9 വയസ്സ് വരെ കുട്ടികളുടെ മാനദണ്ഡമുണ്ട്. 13 വയസ്സ് വരെ. അതിന് താഴെ എനിക്ക് പൈസ വേണ്ട. മറ്റവർക്കാണെങ്കിൽ എത്ര? 1 റുപ്യ, 5 റുപ്യൊക്കെയുണ്ട്. എത്ര വില കൂടിയ മരുന്നുകൾ അതിരുന്ന്. അപ്പോൾ സർക്കാരിന് നഷ്ടമല്ലേ? നമ്മളെ മുളങ്കുന്നത്ത് മെഡിക്കൽ കോളേജ്, നമ്മുടെ താലൂക്ക് ആശുപത്രി കുന്നംകുളം, അവിടെ ഒരു ദിവസം എത്ര ആൾക്കാർ വന്ന് പോകുന്നുണ്ട്? അവർക്കെന്താ ചിലവ്? 1 റുപ്യ. ചിലപ്പോൾ OP ടിക്കറ്റോ 1 റുപ്യ കൊണ്ട് ഇത്ര വലിയ ചികിത്സ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പം ന്യായമായും സർക്കാർ ആ കൊടുക്കണതിനൊക്കെ പൈസ മേടിക്കണ്ടേ? പക്ഷെ എന്താ സർക്കാർ പൈസ മേടിക്കാത്തത്? അതാണ് ക്ഷേമരാഷ്ട്ര സങ്കല്പം. അത് സേവന മേഖലയായി, പൊതുമേഖലയായി സർക്കാരിൻ്റെ നേരിട്ടുള്ള അതായി നിൽക്കുമ്പോൾ എന്തുണ്ടാവും? ആ നാട്ടിലെ ജനങ്ങൾക്ക് അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ. എന്താ റേഷൻ കടകളുടെ പ്രത്യേകത? BPLകാരനായാലും വേണ്ടില്ല, APLകാരനായാലും വേണ്ടില്ല, ഓരോ സാധനങ്ങൾ ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് ഇന്ന സാധനം സർക്കാരിന് തരികയാണ്. അത് ഉത്സവകാലമായാലും ഓണായ, ബക്രീദായ, വിഷുവായ മറ്റു നോക്കുമ്പോൾ പ്രത്യേകിച്ച് വെവ്വേറെ സാധനങ്ങൾ തരികയാണ്. സർക്കാരിനായാലും വല്ല ലാഭമുണ്ടോ? ഇല്ല. അങ്ങനെ നഷ്ടം സഹിച്ചിട്ടാണ് ഈ സർക്കാർ അത് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ചെയ്യണേ? അതാണ് ക്ഷേമരാഷ്ട്ര സങ്കല്പം അല്ലേ? സ്കൂളുകൾ നടത്തുന്നത് എങ്ങനെയാ? സർക്കാർ നിഷാൽ KB നമസ്കാരം. സ്കൂളിൽ എന്താ നടക്കുന്നത്? സർക്കാർ കോടിക്കണക്കിന് റുപ്യ ചിലവാക്കിയിട്ട്, പണ്ട് ചില ആൾക്കാർക്ക് ചിലപ്പോൾ സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അവിടുത്തെ അധ്യാപകർക്ക് ആരാ കാശ് കൊടുക്കണേ? PSC അധ്യാപകർക്കൊക്കെ അല്ല, അൺഎയ്ഡഡ് മേഖലയിലാണെങ്കിലും ആരാ കാശ് കൊടുക്കണത്? മാനേജ്മെൻറ്റാണ് നടത്തണത്. പൈസ കൊടുക്കണത് സർക്കാർ. സർക്കാർ സ്കൂളിലോ അവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കും. അവിടുത്തെ മേശ, കസേര, കുട്ടികൾക്ക് പുസ്തകം, ഓണത്തിന്, റംസാന്, മറ്റേതിന് അരി, മറ്റേ കിറ്റ്, ഇതൊക്കെ കൂടി കൊടുക്കുമ്പോൾ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കോടികൾ പോവും. അപ്പോൾ അത് സർക്കാരിന് നഷ്ടമല്ലേ? ആണ്. പിന്നെ എന്തിനാ ചെയ്യണത്? അതാണ് ക്ഷേമരാഷ്ട്രം. ഭരണകൂടങ്ങൾ, സർക്കാരുകൾ രാജ്യത്തെ ജനങ്ങളുടെ അവർക്ക് സേവനമായി മറ്റേ ഈ ക്ഷേമരാഷ്ട്രത്തിൽ അധിഷ്ഠിതമായി പ്രധാനപ്പെട്ട സേവന മേഖലകൾ മാറണം. ലാഭം മാത്രമാണ് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവുക? അത് മുതലാളിമാർക്കാണ്. മുതലാളിമാർ കുഴപ്പക്കാരെന്നല്ല കേട്ടോ. ഒരു മുതലാളി 10 റുപ്യക്ക് ഹോൾസെയിൽ ഒരു സാധനം മേടിച്ചാൽ ആ മുതലാളിക്ക് അത് 11 റുപ്യക്കെങ്കിലും 11 റുപ്യക്ക് വിറ്റാൽ മുതലാവില്ല. അതിൻ്റെ കേറ്റർക്ക് അത് മേടിക്കാൻ പോയാൽ, കുന്നോളത്തേക്ക് മേടിക്കാൻ പോയിച്ചെങ്കിൽ അതിൻ്റെ കാശ് ഇതൊക്കെ ആയിട്ട് 15 റുപ്യക്ക് വിൽക്കണം. 15 റുപ്യക്ക് ആ മുതലാളിക്ക് വിറ്റാലാണ് ആ മുതലാളിക്ക് 10 റുപ്യ അവിടെ കൊടുത്തതും കടയിൽ നിൽക്കുന്ന ആളുടെ കാശ്, കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, ട്രാവലിംഗ് എക്സ്പെൻസ്, കുറച്ച് നഷ്ടം, തൂക്കത്തിൽ കുറച്ചൊക്കെ പോകും. 50 ഗ്രാം ഒക്കെ 15 അല്ലേ? അല്ലെങ്കിൽ സ്വകാര്യ മുതലാളിക്ക് നഷ്ടം വരും. അപ്പോൾ സർക്കാരിനോ അതൊരു നഷ്ടമല്ല.
അപ്പോൾ ഇതൊക്കെ ഇത്തരം മേഖലകളിലൊക്കെ ഒക്കെ സർക്കാരിൻ്റെ കയ്യിലിരിക്കുകയല്ലേ നല്ലത്. ആർക്ക് നല്ലത്? ജനങ്ങൾക്ക്. അതെ, അത് വേണ്ട. ഇനി ഒരു പ്രധാനപ്പെട്ട സർവീസ് സെക്ടറാണ് വൈദ്യുതി മേഖല അല്ലേ. KCB ബോർഡ് ലിമിറ്റഡ് കമ്പനിയാണ് നമ്മുടെ കേരളത്തിൽ. ഈ സാധനം സേവന മേഖലയിലാണ്, ലാഭം കേന്ദ്രമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. മനസ്സിലായ? കേരളത്തിൽ എത്ര വൈദ്യുതി കണക്ഷനുകളുണ്ട്? അപ്പം നമ്മൾ ചോദിക്കുക എങ്ങനെ മുതലാവുക? ഒരു ചോദ്യമല്ലടോ. ഇത് ടാറ്റയാണ് നടത്തണം വയ്ക്കുക, അദാനിയാണ്. ടാറ്റയുടെ കാര്യം ഇവിടെ, ടാറ്റ ഒന്നുകൂടി നല്ല മെച്ചപ്പെട്ടൊരു കമ്പനിയാണ്. റിലയൻസ് ആണ് നടത്തുക, അദാനിയെ നടത്തണമെന്ന് വെക്കുക. നഷ്ടം സഹിച്ചിട്ട് അവർ കച്ചവടം നടത്തുമോ? ഇല്ല. ആരെങ്കിലും നടത്തുമോ? 10 ദിവസമൊക്കെ നടത്തും, 11ാമത്തെ ദിവസം ഷട്ടർ ഇടേണ്ടി വരും. അപ്പോൾ ഇത് പൊതുമേഖലയിൽ നിലനിൽക്കുമ്പോൾ, ക്ഷേമരാഷ്ട്ര കൺസെപ്റ്റിൽ നിലനിൽക്കുമ്പോൾ അതിന് കുറച്ച് നഷ്ടമുണ്ടായാൽ ആര് സഹിക്കും? സർക്കാർ സഹിക്കും. എന്തേ? സർക്കാർ എങ്ങനെ സഹിക്കും? സർക്കാരിന് വരുന്ന വിവിധ നികുതികൾ, അതുപോലെ വിവിധ രീതിയിലുള്ള നികുതിയിലൂടെ സർക്കാർ ഖജനാവിൽ വരുന്ന പണം സർക്കാരിൻ്റെ പൗരന്മാർക്ക് വേണ്ടി വൈദ്യുതി കൊടുത്തതിൽ ഒരു നഷ്ടം വന്നാൽ ആ നഷ്ടം വേറൊരു തലം കൊണ്ട് ഈ സർക്കാർ മേക്കപ്പ് ചെയ്യും. അതാണ് സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് ഏതാ നല്ലത്? അഭികാമ്യം റിലയൻസ് വൈദ്യുതി തരുന്നതാണോ KCB തരുന്നതാണോ നല്ലത്? KCB തരുന്നതല്ലേ. എന്താ അങ്ങനെ പറയാൻ കാരണം? KCB എങ്ങനെയാ വൈദ്യുതി തരുന്നത്? 40 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന കൺസ്യൂമർ പൈസ അടക്കണ്ട. അതായത് 60 ദിവസം ഉണ്ട്, 2 മാസത്തിൽ ഒരിക്കലാണ് ബില്ല്. 40 യൂണിറ്റ് വന്നു, ഒരു മാസം 20 യൂണിറ്റ്, 2 മാസത്തേക്ക് 40 യൂണിറ്റ് ഉപഭോഗമുള്ളൂ ഒരു ഉപഭോക്താവിന് എങ്കിൽ അയാൾക്ക് 40 യൂണിറ്റും സൗജന്യമാണ്, പൈസ അടക്കണ്ട. കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതിക്ക്, അഗ്രികൾച്ചർ വൈദ്യുതിക്ക് ബോർഡ് നിശ്ചയിച്ചിട്ടുള്ള വില 40 പൈസയാണ്. 40ഓ 50ഓ. ആ 50 പൈസയും ആരടക്കണ്ട? കർഷകൻ അടക്കണ്ട. അത് സർക്കാരിൻ്റെ തന്നെ കൃഷി വകുപ്പ് അടയ്ക്കുന്നു. നഷ്ടല്ലേ? സർക്കാരിന് നഷ്ട. അപ്പൊ സർക്കാർ അവിടെ എന്താ? സർക്കാർ മറ്റേ ഈ കുത്തക കമ്പനിയല്ല ലാഭം നഷ്ടം നോക്കാൻ, പൗരന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ആ വ്യവസായം നടത്തി പോയാൽ മതി. സർക്കാരിന് കൂടുതൽ ലാഭം വേണ്ട. മനസ്സിലായില്ലേ? ഒരു യൂണിറ്റ് വൈദ്യുതി നമ്മുടെ ഇവിടെ നിന്ന് ഉണ്ടാവണതാണെങ്കിലും നമ്മൾ എന്താ പറയുക, പവർ എക്സ്ചേഞ്ചിൽ, നാഷണൽ പവർ എക്സ്ചേഞ്ചിൽ നിന്നും എവിടുന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു ശരാശരി ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ചില സമയത്ത് 16 രൂപ വരെയൊക്കെ ആവട്ടോ. ഞാൻ അതൊന്നും പോകുന്നില്ല. ഏറ്റവും കുറഞ്ഞ രീതിയിലാണെങ്കിൽ 4 രൂപ വരെയും ആവാം. പക്ഷെ ഇത് ഇങ്ങനെ നിൽക്കില്ലല്ലോ. 10 രൂപ വരും. ഒരു ഉദാഹരണമാണ് പറയുന്നത്, തർക്കിക്കാൻ ആരും വരരുത്. ശരാശരി ഒരു യൂണിറ്റിന് 10 രൂപ വരും. 10 രൂപ ശരാശരി ഒരു യൂണിറ്റിന് വരുന്ന ആ വൈദ്യുതി KCB ബോർഡ് പൊതുമേഖല ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? 40 യൂണിറ്റ് വരെയുള്ള ആൾക്ക് സൗജന്യമായി കൊടുക്കുന്നു. കാർഷിക മേഖലയിലെ ആൾക്ക് കണ്ടിട്ടില്ലേ, ചിലൊരു വലിയ വലിയ പറമ്പുകളൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്പ്രിംഗ്ലർ, ഇതൊക്കെ കൃഷിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരിക്കണച്ചെങ്കിൽ അതിന് വലിയ കാശുണ്ട് വെച്ചെങ്കിൽ അതൊക്കെ അവിടെ നിൽക്കും. അപ്പൊ കൃഷി ഉണ്ടാവില്ല, അടക്ക ഉണ്ടാവില്ല, തേങ്ങ ഉണ്ടാവില്ല, പച്ചക്കറി ഉണ്ടാവില്ല. അപ്പൊ എന്ത് വേണം? കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം. അതിന് 40 പൈസ കൊടുത്താൽ മതി, എക്സംഷനുള്ള കണക്ഷനെ. ആ പൈസയും കൃഷി വകുപ്പ് കൊടുക്കും. അപ്പൊ കർഷകന് ആഹ്ലാദം, കർഷകൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കും അല്ലേ. പിന്നെയോ സാധാരണ കുടുംബങ്ങളാണെങ്കിൽ ഗാർഹിക മേഖലയുള്ളവർക്ക് 1 സംതിങ്ങിൽ തുടങ്ങും. പിന്നെയോ കൂടുതൽ കൺസപ്ഷൻ അനുസരിച്ച്, കൂടുതൽ വൈദ്യുത ഉപഭോഗത്തിനനുസരിച്ച് വൈദ്യുതി ചാർജ് വർദ്ധിക്കുകയുള്ളൂ. നിങ്ങൾ ഒരു ആവറേജ് നിങ്ങളുടെ കൺസപ്ഷൻ ഉപഭോഗം
ഒരു 200 യൂണിറ്റിലൊക്കെയാണ് ഒരു 60 ദിവസത്തെ വെച്ചാൽ നിസ്സാരമായ പൈസ ഞങ്ങൾക്ക് വരുള്ളൂ. നേരെ മറിച്ച് ഇത് കൂടുന്നതിനനുസരിച്ച് വൈദ്യുതിയുടെ ഇത് കൂടും. അതിനെ വൈദ്യുതി ബോർഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ അത്രയധികം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും അല്ലേ. ഒരു സാധാരണ ഫാമിലി ഒരു മാസം 600 യൂണിറ്റ് ഉപയോഗിക്കുമോ? ഇല്ല. അപ്പോൾ അത് അടയ്ക്കാനുള്ള പ്രാപ്തിയുള്ളവനാവും. അപ്പോൾ ഇത് എങ്ങനെയാണ് അതൊക്കെ നിലനിർത്തിപ്പോണം? അതുപോലെ BPL കാരനാണെങ്കിൽ അവന് 5 പൈസയുടെ ചിലവില്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഒരു സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടോ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയോ മറ്റു പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയിലോ എവിടുന്നോ 2 ലക്ഷമോ 3 ലക്ഷമോ കൊടുത്ത് 4 ലക്ഷം കൊടുത്ത് എവിടെയെങ്കിലും വില കുറവുള്ള സ്ഥലത്ത് ഒരു 3 സെൻറ്റോ 5 സെൻറ്റോ ഒരു പാവപ്പെട്ടവൻ മേടിച്ചാൽ ഏറ്റവും കുറവ് വില വരെ എവിടെയാ? മെയിൻ സ്ഥലത്തൊക്കെ 4 ലക്ഷം ഉറുപ്പ് കൊടുക്കണം ഒരു സെൻറ്റിന്. അത് അവന് പറ്റില്ല. അപ്പോൾ എവിടെയാ? പല പാടത്തിൻ്റെ ഇറക്കത്തോ ചില പാടം മറ്റേ ഭൂമിയില്ലേ, തനി പറമ്പ് പാടല്ലാതെ തരിശ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് കെട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് വൈദ്യുതി എത്തിക്കണമെങ്കിൽ 10 പോസ്റ്റ് വേണ്ടി വരും. 10 പോസ്റ്റ് ഇട്ടിട്ട് KSEB വൈദ്യുതി കൊടുക്കും. 10 പോസ്റ്റും കമ്പിയും സ്റ്റേയും അതിൻ്റെ ലേബർ കോസ്റ്റും ഒക്കെ കൂടി കണക്കൂട്ടി കഴിഞ്ഞാൽ കഷ്ടി എത്ര റുപ്യ വരും എന്നറിയോ? 2 ലക്ഷം രൂപയുടെ ചോട വരും. 2 ലക്ഷം രൂപയുടെ ചോട വരുന്ന ആ സംഗതിക്ക് ആ BPL കാരനാണെങ്കിൽ, അവൻ പാവപ്പെട്ടവനാണെങ്കിൽ അവന് 5 പൈസ വേണ്ട. സ്വപ്നം കാണാൻ പറ്റുമോ സ്വകാര്യ മേഖലയിൽ? ഇത് സ്വപ്നം കാണാൻ പറ്റില്ല. അതാണ് ക്ഷേമരാഷ്ട്ര സങ്കല്പം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സംവിധാനം. നമ്മുടെ രാജ്യം സോഷ്യലിസ്റ്റ് സംവിധാനത്തിലൂടെ കെട്ടിപ്പടുത്തത്. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് ആണെങ്കിലും അദ്ദേഹം പഞ്ചവത്സര പദ്ധതികളിലൂടെ റഷ്യ, സോവിയറ്റ് യൂണിയൻ നമുക്ക് ഇരുമ്പുരക്ക് കമ്പനിയൊക്കെ തുടങ്ങാൻ സഹായം ചെയ്തത് നമ്മുടെ എന്താ പറയാ സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് സാങ്കേതിക വിദ്യയൊക്കെ നമുക്ക് സഹായിച്ചിട്ടുള്ള രാജ്യമാണ്. അങ്ങനെ 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 48 മുതൽ ക്രാന്തദർശികളായ വലിയ വലിയ ആളുകൾ ഈ രാജ്യം ഭരിച്ച് കൂടുതൽ കാലം ഭരിച്ചു കോൺഗ്രസ് തന്നെ. ഇന്ദിരാഗാന്ധി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ദേശവത്സാൽക്കരിച്ചു അവർ. അങ്ങനെ കൊണ്ടുവന്ന് ഈ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സാധനം ഈ ഇന്ത്യയിൽ ഇങ്ങനെ നിൽക്കണതൊക്കെ പേട്ടുവിലക്ക് വിൽക്കാണ്ട് പൂരപ്പറമ്പിൽ കളിപ്പാട്ടം വിൽക്കാൻ വെച്ച പോലെ വിൽക്കുകയാണ് ഞങ്ങൾ ഇത്ര 2020 2021 കാലത്ത് ഇത്ര ലക്ഷം കോടി രൂപയ്ക്ക് ഞങ്ങൾ ഇന്നതെല്ലാം വിൽക്കും. ഓക്കെ, വിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, അതുകൊണ്ട് 95% വരുന്ന സാധാരണക്കാരനും ഇടത്തട്ടുകാരനും വരുന്ന ഇന്ത്യയിലെ ഉപഭോക്താവിന് കസ്റ്റമർക്ക് എന്തു ഗുണമാണ് ഉണ്ടാകുക എന്ന് പഠിക്കാൻ സാമ്പത്തിക ശാസ്ത്രമോ രാഷ്ട്രമീമാംസയോ പഠിക്കണ്ട. ഏതൊരു സിനിമയിൽ പറയുന്ന പോലെ 2ാം ക്ലാസ്സുകാരൻ്റെ കേവല യുക്തി മതി. സബ്സിഡികൾ ഇല്ലാതാവും. സബ്സിഡി കൊടുക്കരുത് എന്നാണ് ആഗോളവൽക്കരണത്തിന്റെ അപ്പോസ്തലനായ ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത്. UPA സർക്കാരിന്റെ കാലത്ത് സബ്സിഡികൾ കൊടുക്കരുത്. സബ്സിഡികൾ ഒരു അനാവശ്യ കാര്യമാണ്. അപ്പൊ ഈ സാധാരണക്കാരന് അവന് സബ്സിഡി ഇല്ലാണ്ട് പാവപ്പെട്ടവന്റെ വരുമാനം എങ്ങനെയാ? ഒരു ദിവസം 1500 3000 കൂലിയുള്ള വലിയ മുതലാളിമാർക്ക് സബ്സിഡി ഒന്നും വേണ്ട കാര്യമില്ല. ഒരു ദിവസം അന്ത്യോളം എല്ലുമുറിയ പണിയെടുത്താൽ കേരളത്തിലെ പോലെയല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ. എന്തിനാ അതിഥി സംസ്ഥാനത്ത് അന്യൊന്നും പറയാൻ കഴിയില്ല. നമ്മുടെ ഇന്ത്യയുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് തൊഴിലാളികൾ കേരളത്തിൽ വന്ന് എന്തിനാ പണിയെടുക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരളത്തിന്റെ വിവിധ പട്ടണങ്ങളിൽ, ചെറുപട്ടണങ്ങളിൽ ഒരു 5 മണി മുതൽ ഒരു 9 മണി വരെയുള്ള എല്ലാ മണി ട്രാൻസ്ഫർ കേന്ദ്രങ്ങളുടെ മുമ്പിലും മൊബൈൽ കടകളിലും വ്യാപകമായിട്ടുണ്ട്. നിരയാണ്. ആരൊക്കെയാണെന്നറിയോ നിങ്ങൾക്ക്? ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ അതിഥി തൊഴിലാളികൾ. ആസാമിൽ നിന്നുള്ളവർ, ബീഹാറിൽ നിന്നുള്ളവർ, ഒറീസയിൽ നിന്നുള്ളവർ, ബംഗാളിൽ നിന്നുള്ളവർ, തമിഴ്നാട്ടിൽ നിന്നുള്ളവർ, ഝാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, എന്തിനു പറയുന്നു, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള അതിഥി തൊഴിലാളികൾ വൈകുന്നേരം ഇവിടുന്ന് മണി ട്രാൻസ്ഫർ 1000 റുപ്യ അയച്ചാൽ 10 റുപ്യ മൊബൈൽ കടക്കാരൻ പിരിക്കും.
1000 10 കമ്മീഷൻ. എന്തിനു പറയണ ഈ ചങ്ങരകുളത്ത് പോയി ഞാൻ കാണുന്ന എല്ലാ ദിവസവും വൈകുന്നേരം. കേരളത്തിൽ കൂലി കൂടുതൽ കിട്ടും, അതുകൊണ്ടാ ഇവിടെ വന്ന് പണിയെടുക്കുന്നത്. മനസ്സിലായോ? എന്താ കേരളത്തിൽ കൂലി കൂടുതൽ കിട്ടാൻ കാരണം? കേരളം എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് ഇന്റർനാഷണൽ തലത്തിലുള്ള, അന്താരാഷ്ട്ര തലത്തിലുള്ള തൊഴിൽ നിയമങ്ങൾ 90% ബാധകമായിട്ടുള്ള ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് കൂലി കൂടുതൽ കിട്ടുന്നത്, വെറുതെക്കല്ല. അതിന് പ്രധാന കാരണമായതോ 1957 ശേഷം കൂടുതലും ഈ കേരളം ഇടതുപക്ഷം ഭരിച്ചത് കൊണ്ടാണ്. കോൺഗ്രസ്സുകാർ ഒന്നും സംഭാവന ചെയ്തില്ല എന്നല്ല പറഞ്ഞതിന്റെ കാര്യം. അത് എൻ്റെ തലങ്ങളിലേക്ക് പിന്നെ പോകാം. നമ്മളുടെ ചർച്ചാ വിഷയം എന്താ? നവലിബറൽ കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ കാലത്ത് ഇന്ത്യൻ തൊഴിലാളി അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളാ. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമുണ്ട്, തൊഴിലാളി അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമുണ്ട്. അപ്പൊ നമ്മൾ ഈ 7 ലക്ഷം കോടിക്ക് വിൽക്കുക, മേടിക്കുന്നവൻ തൊഴിലാളിനെ വെക്കുക. അതിന് മുമ്പുള്ള തൊഴിലാളി വേണമെന്നില്ല. മേടിക്കുന്നതിന് വേണ്ടി മേടിക്കുന്നവൻ 1000 കോടി റുപ്യക്ക് ഇന്ന സാധനം ഞാൻ കണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നവൻ പറയും, എനിക്ക് ഇവിടെ ഇത്ര വർഷത്തേക്ക് ഇന്ന പോലെ വ്യവസായം നടത്തിയാലാണ് മുതലാവുക, അതുകൊണ്ട് ഞാൻ നടത്തുന്ന ഈ വ്യവസായ മേഖല സ്പെഷ്യൽ എക്കണോമിക് സോണായി നിങ്ങൾ പ്രഖ്യാപിക്കണം. സ്പെഷ്യൽ എക്കണോമിക് സോണായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നുമില്ല. ഇവിടെ എന്ത് പാടില്ല? ട്രേഡ് യൂണിയൻ പാടില്ല, സമരം പാടില്ല, കുടി കിടി തേങ്ങ മാങ്ങ ഒന്നും പാടില്ല. കമാന്നൊരക്ഷരം മിണ്ടരുത്. കൊടുക്കണത് മേടിക്കുക, പോവുക, വേറെ വർത്തമാനമില്ല. സംഘടിത മേഖലയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യമല്ല പറയുന്നത്. സംഘടിത മേഖലയിലെ സ്വകാര്യവൽക്കരണം വന്നാൽ എന്താ സംഭവിക്കുക? ഒറ്റയടിക്ക് എല്ലാ തൊഴിലാളികളുടെയും ശമ്പളം അങ്ങനെ വെട്ടിക്കുറിക്കാനൊന്നും ഏകപക്ഷീയമായിട്ട് പറ്റില്ല. ആർക്ക് പറ്റില്ല? സ്വകാര്യ കുത്തക മുതലാളിക്ക് പറ്റില്ല. കാരണം അത് വലിയ സർക്കാരിനെ ഒറ്റയടിക്ക് അങ്ങനെ കൈയൊഴിയാൻ പറ്റില്ല. കാരണം സേവന വേതന കരാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ പ്രയാസങ്ങളുണ്ടാവും. എന്നാലും അതുപോലെയല്ല മറ്റേ അസംഘടിത മേഖലയിലെ തൊഴിലാളിയുടെ പ്രശ്നം. സംഘടിത തൊഴിലാളികൾ കുറച്ചേ ഉള്ളൂ ഇന്ത്യയിൽ. അസംഘടിത മേഖലയിൽ കോടാനുകോടി വരുന്ന തൊഴിലാളികളുടെ താല്പര്യം ആര് സംരക്ഷിക്കും? കോർപ്പറേറ്റ് കുത്തകൾ സംരക്ഷിക്കും എന്നാ പറയുന്നത് കേന്ദ്ര സർക്കാർ. സ്വപ്നം കാണാൻ പറ്റും. സ്പെഷ്യൽ എക്കണോമിക് സോണുകളാക്കി തിരിച്ചാൽ എന്തുണ്ടാകും? ബാർഗെയിനിങ് നടക്കും. എന്ത് രീതിയിലുള്ള ബാർഗെയിനിങ് നടത്തുക കുത്തക മുതലാളി? ദിവസക്കൂലിയൊന്നുമല്ല, മണിക്കൂറിന് കാശ് തരും. തൊഴിൽ ബാർഗെയിനിങ് എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഇന്ത്യയുടെ നമ്മുടെ ഈ പറയുന്ന ജനാധിപത്യത്തിന്റെയും നമ്മളെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വം എന്ന് പറയുന്ന സംഗതിയുടെ കടക്കൽ കത്തിവെക്കുന്ന സംഭവമാ. കോടിക്കണക്കിന് വരുന്ന തൊഴിലാളി കുടിയൊഴിപ്പിക്കപ്പെടും. മേടിക്കുന്ന മുതലാളിക്ക് വേണ്ടി പണിയെടുക്കാൻ നിർബന്ധിതനാവുന്ന തൊഴിലാളിയെ കുത്തക മുതലാളി ബാർഗെയിനിങ് നടത്തി ഏറ്റവും കുറഞ്ഞ പൈസക്ക് പണിയെടുക്കുന്നവന് മാത്രം പണി കൊടുക്കും. ഏറ്റവും കുറഞ്ഞ പൈസക്ക് പണി ഒരുത്തൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ കുറച്ച് തൊഴിലാളികൾ വന്ന് മുതലാളിമാരുടെ ശിങ്കടികളോട് വന്ന് പറയും, അവൻ 50 റുപ്യക്ക് പണിയെടുക്കണമെന്ന് വെച്ചെങ്കിൽ ഞാൻ 45 റുപ്യക്ക് എടുക്കാന്ന് പറയും. ഉടനെ മുതലാളി പറയും, 50കാരൻ പോട്ടെ, 45കാരൻ കയറ്. ഇത്തരം ഒരു സ്ഥിതി സംഘാതമായാൽ എന്ത് നിങ്ങൾ പറയൂ? 80% വരുന്ന തൊഴിലാളികൾ ഡയറക്റ്റ് പണിയെടുക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് കോർപ്പറേറ്റ് കുത്തകൾക്ക് വേണ്ടി സർവവും വിറ്റു തുലച്ചാൽ തൊഴിലാളികൾ എന്ത് ചെയ്യും നിങ്ങൾ പറയുന്നത്? മുതലാളി പറയുന്നതിനനുസരിച്ച് പണിയെടുക്കേണ്ടി വരും. ചോദ്യം ചെയ്യാൻ പറ്റില്ല. ചോദ്യം ചെയ്യാൻ എങ്ങനെ പറ്റുക? പാർലമെന്റ് നിയമം കൊണ്ടുവന്നാൽ അതിനെതിരെ കോടതി പോയാൽ കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതി ഇങ്ങനെ പറയും, കേന്ദ്ര സർക്കാരിനോട് പറയും,
ഇത് ശരിയല്ല, ഇതിനകത്ത് ഇങ്ങനെ എങ്ങനെയാ ശരിയാവുക? അപ്പൊ പറയും ഇത് ഞങ്ങളുടെ നയത്തിന്റെ ഭാഗമാണ്. ആരാ? പാർലമെന്റിന് അധികാരം കൂടുതൽ, ജുഡീഷ്യറിക്ക് ഇടപെടാം. ബട്ട് സർക്കാരിന്റെ കേന്ദ്രം ഭരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു കേന്ദ്ര സർക്കാരിനെ അവർ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കിയെടുത്താൽ അതിനെ ഓവർകം ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ജുഡീഷ്യറിക്ക് കഴിയില്ല. കഴിയും, അത് സ്റ്റേ ചെയ്യും. അത് സ്റ്റേ ചെയ്താൽ പാർലമെന്റ് രാഷ്ട്രപതിക്ക് വീണ്ടും ബില്ല് കൊടുത്താൽ, ഒരു തവണ മടക്കിയാലും രണ്ടാമത് രാഷ്ട്രപതിയുടെ മാത്രമല്ല സുപ്രീം കോടതി ഒരു നിയമം കൊണ്ടുവന്നാൽ അതിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്താൻ കഴിയും പാർലമെന്റിന്. അതാ സവിശേഷ ഇന്ത്യൻ സാഹചര്യത്തിലെ പ്രത്യേകത. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് തൊഴിലാളികൾക്ക് താല്പര്യം സംരക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത്? ആര് വിശ്വസിക്കാനാത്? ഇവിടെ 1000 രൂപ, കേരളത്തില് പുരുഷ തൊഴിലാളിക്ക് 1000 പോരാ തോന്നുന്നുണ്ട്, 1100 1200 ഒക്കെ ഉണ്ട് തോന്നുന്നു. സ്ത്രീ തൊഴിലാളികൾക്ക് 800 900 ഉണ്ടെന്ന് വെക്കുക. മഹാരാഷ്ട്രയിലെ ഒരു ഞാൻ കഴിഞ്ഞ FB ലൈവിൽ പറഞ്ഞു, ഒരു കുടുംബത്തിനകത്ത് 4 പേർ ചേർന്ന് കൂടി പണിയെടുത്തപ്പോൾ പി സായിനാഥിന്റെ അദ്ദേഹം ഇതുപോലെ ഇരുണ്ട ഇന്ത്യയുടെ മുഖം പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും മാത്രമല്ല ഇന്ത്യൻ മേഖലകളിൽ പുറത്തു കൊണ്ടുവരുന്ന ആളാ പി സായിനാഥ്. ഏതോ ഒരു രാഷ്ട്രപതിയുടെ ചെറുമകനാ, മറ്റേ വെങ്കിട്ടരാമന്റെയോ ശങ്കരദാസ് ശർമ്മയുടെ എന്നറിയില്ല. മഹാരാഷ്ട്ര എന്ന് പറയുന്ന ആ സംസ്ഥാനത്തിനകത്ത് 2 കൊല്ലം മുമ്പോ 3 കൊല്ലം മുമ്പോ നടന്നതാണ്. ഒരു കുടുംബത്തിലെ 4 പേർ ചേർന്ന് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ എല്ലുമുറി പണിയെടുത്ത് കിട്ടിയ തുക 15 ഉറുപ്യ. ഈ അവസ്ഥയിലെത്തും ഇന്ത്യൻ തൊഴിലാളി. ആരോട് ചോദിക്കും? പാർലമെന്റിൽ ഒരു നിയമം പാസ്സായാൽ തൊഴിലാളിക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പറ്റും എന്തുണ്ടാവും? തൊഴിലാളികൾ ഒന്നടങ്കം എങ്ങനെ നിയമം കയ്യിലെടുക്കും? അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഈ വിപ്ലവമൊക്കെ ഉണ്ടായിട്ടാണ് ഇത് നടക്കുക. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ, ഒറ്റയടിക്ക് നടക്കാൻ പോണ കാര്യങ്ങളാണ് അതൊക്കെ. അങ്ങനെ പോട്ടെ. ഈ തൊഴിലാളിയുടെ കയ്യിൽ വരുന്ന തൊഴിലാളിയുടെ ജീവിത നിലവാരം നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ഇപ്പൊ കേരളത്തിലെ തൊഴിലാളിയുടെ ജീവിത നിലവാരം അമേരിക്കൻ ശരാശരിയോടാ. അതാണ് വികസനത്തിന്റെ കേരള മോഡൽ എന്ന് പറയുന്നത്. വികസനത്തിന്റെ കേരള മോഡൽ എന്ന സംജ്ഞ എന്ന് പറയുന്നത് പല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും നോബൽ സമ്മാനം ലഭിച്ച ആളാണ് നമ്മൾ അമർത്യ സെൻ, ഡോക്ടർ അമർത്യ സെൻ. അമർത്യ സെൻ മാത്രമല്ല, ലോകപ്രശസ്തരായ മുതലാളിത്തത്തിന്റെ സാമ്രാജ്യത്വത്തിന്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പോലും എല്ലാ അന്താരാഷ്ട്ര ജേർണലുകളിലടക്കം സെമിനാറുകളിൽ ഉയർത്തിപ്പിടിക്കുന്ന പേരാണ് വികസനത്തിന്റെ കേരള മാതൃക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു തൊഴിലാളിയുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു ഇടത്തരക്കാരന്റെ ജീവിത നിലവാരത്തോട് തുല്യം പുലർത്തുന്നവയാണ്. എന്താ കാരണം? ഇവിടെ പണിക്ക് പോയാൽ നല്ല കൂലി കിട്ടും. കൂലി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നല്ല രീതിയിൽ കുടുംബത്തിന് ഇത് ടെലിവിഷൻ, AC വേണമെങ്കിൽ AC, ബൈക്ക്, കാർ വേണമെങ്കിൽ കാറ്, പിള്ളേരെന്നെ എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാൻ കാശുണ്ടെന്നേ. ഡെയിലി 1000 റുപ്യ വെച്ച് കൂലി കിട്ടിയ മാസം 30,000 ആയില്ലേ? ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ എന്താ സ്ഥിതി? ഭൂപരിഷ്കരണം നടപ്പാക്കാത്ത സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗം വരുന്ന സംസ്ഥാനങ്ങളിൽ ഭൂപരിഷ്കരണം നടപ്പാക്കിയിട്ടില്ല. മിനിമം കൂലിയില്ല. അവിടെ എന്താ സംഭവം? ജന്മിയുടെ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ആയിരക്കണക്കിന് വരുന്ന തൊഴിലിടങ്ങളിൽ ചാള കെട്ടിയിട്ട് അല്ലെങ്കിൽ കുടില് കെട്ടിയിട്ട് അവിടെ തന്നെ പണി. എന്താ പണി? അവിടെ താമസിക്കാം. അവർ കൊടുക്കണ ആണ്ടിനോ അറുതിക്കോ കൊടുക്കുന്ന വസ്ത്രങ്ങൾ, വേറെ അവകാശമൊന്നുമില്ല. OTM പോണടക്കം ഇവരെ പറയാം എന്നാൽ കൂത്തിക്കോട്ടെന്ന് പറയും, അല്ലെങ്കിൽ ഇവിടെ ഈ ചാളയിൽ അണക്ക് കിടക്കാൻ കഴിയില്ല. ഇതാ അവസ്ഥ. 2021 ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭൂപരിഷ്കരണം ഇപ്പോഴും പാസ്സാക്കാത്ത ഭൂരിഭാഗം വരുന്ന സംസ്ഥാനങ്ങളെ സ്ഥിതി ഞാൻ പറഞ്ഞ അവർക്ക് കൂലിയില്ല, കീലില്ല, മിനിമം കൂലിയില്ല, വിദ്യാഭ്യാസമില്ല. വിദ്യാഭ്യാസം വേണ്ടേ? വിദ്യാഭ്യാസം എങ്ങനെ ഉണ്ടാവുക? ജന്മി സമ്മതിക്കുവോ? ഒരു പണി ചെയ്യൂ, നീ
ഉത്തരേന്ത്യയിലെ ഒരു ജന്മി 10,000 ഏക്കറിനുള്ള ജന്മി അവിടുത്തെ പണിക്കാരനോട് പറയണം, ആ നീ പോയിട്ട് ഒരു പണി എൻ്റെ മക്കളെനൊക്കെ ബിടെക്കിന് ചേർത്തോ, എന്നാ കാശ് ഞാൻ തരാമെന്ന് പറയോ? ഇല്ല. അവിടെ എന്തില്ല, നരകസമാനമായ രീതിയിലാണ് തൊഴിലാളി വർഗത്തിൻ്റെ ജീവിതം അവിടെ തന്നെ, ജനനം അവിടെ തന്നെ, മരണവും അവിടെ തന്നെ. ആയിരക്കണക്കിന് ഏക്കറിൻ്റെ ഏതെങ്കിലും പാടശേഖരത്ത് അച്ഛനും അമ്മയും കുട്ടികളും എല്ലാം കൂടി പണിയെടുക്കുക ജന്മിക്ക് വേണ്ടിയിട്ട്. അവർ കൊടുക്കുന്ന കൂലി, ഭക്ഷണമാണ് പ്രധാനമായിട്ട് കിട്ടുക. ചോദിച്ചാലോ, ഇത് പറ്റില്ല എന്ന് പറഞ്ഞാലോ, പോകാൻ പറ്റിയ ദിവസം വല്ല തോട്ടിലോ വല്ല കണ്ടത്തിൻ്റെ അടിയിലുണ്ടാവും. ആര് ചോദിക്കാൻ? സംഘടിതമായി തൊഴിലാളി സംഘടനകൾ ഒരു ശക്തിയല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള അവസ്ഥയാണ്? ഇന്ത്യയിലെ ബൂർഷ ഭൂപ്രഭു രീതിയിലുള്ള പരിസ്ഥിതിയിൽ നിന്നും മുതലാളിത്തത്തിലേക്കുള്ള പരിക്രമണത്തിൻ്റെ പ്രാരംഭദശയായിട്ടുള്ളൂ. പൂർണ്ണമായ മുതലാളിത്തത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഈ ജന്മിത്തം അവസാനിച്ചിരുന്നു. ഇതതില്ല. ഇന്ത്യയിലെ വലിയ വിഭാഗം വരുന്ന സംസ്ഥാനങ്ങളിലും ഇന്ത്യൻ പാർലമെന്റിലെയും MP-മാരും MLA-മാരും എന്ന് പറയുന്നവരിൽ 80% പേരും ഭൂസ്വാമിമാരാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് കുത്തകക്കാരാ. വളരെ റയറായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് സാധാരണക്കാർ പാർട്ടി പ്രവർത്തനം കൊണ്ട് നേതാവായി വളർന്നവരുണ്ടാകുള്ളൂ. ഭൂസ്വാമിമാരാൽ നയിക്കപ്പെടുന്ന ഒരു മന്ത്രിസഭയിലെ ഭൂസ്വാമി എന്ന് പറഞ്ഞാൽ എന്താണ്? ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുള്ള ഏതെങ്കിലും ഒരു MLA അല്ലെങ്കിൽ ഒരു കൂട്ടം MLA-മാർ നമുക്ക് ഭൂപരിഷ്കരണം നടപ്പാക്കാം എന്ന് പറയുമോ? ഇല്ല. സ്വന്തം ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഭൂപരിഷ്കരണം നടപ്പാക്കി അതിനകത്ത് പണിയെടുക്കുന്ന കുടിയിറക്ക് പാടില്ല. കേരളത്തിൽ ആദ്യം 1957 പോലെ ഭൂപരിഷ്കരണവും കുടി ഇറക്ക് നിരോധന നിയമവും സമഗ്രമായ വിദ്യാഭ്യാസ ബില്ലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥിതി എന്താ ഉണ്ടാവുക? ജന്മിത്തം നശിക്കും, ഫ്യൂഡലിസം നശിക്കും. അങ്ങനെ സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോവാൻ ആര് തയ്യാറല്ല? വിവിധ ഇന്ത്യൻ സംസ്ഥാനത്തിനകത്ത് ജന്മിമാർ തയ്യാറല്ല. അങ്ങനെ തയ്യാറെടുത്തോളം കാലവും അവിടെ ഇതൊക്കെ സ്വപ്നത്തിൽ കാണാം. ആ സംസ്ഥാനത്തെ തൊഴിലാളി കേരളത്തിലെ തൊഴിലാളിയെ കുറിച്ച് സ്വപ്നം കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും പണിക്ക്. അപ്പോൾ ഇന്ത്യൻ തൊഴിലാളികൾ ഈ പറയുന്ന രീതിയിൽ സമസ്ത മേഖലയിലും സ്വകാര്യ മൂലധനം വരുമ്പോൾ എന്തുണ്ടാവുക? ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ ജീവിതം അനിശ്ചിതത്വത്തിലാകും. ആ അനിശ്ചിതത്തിലാകുമ്പോൾ മുതലാളിത്തം വേറെ പണി ചെയ്യും. എന്താ ചെയ്യുമെന്നറിയോ നിങ്ങൾ? ഈ പ്രയാസത്തിലാവുന്ന ആളുകൾ കേന്ദ്രത്തിനെതിരെ അല്ലെങ്കിൽ ഒരു വലതുപക്ഷ സാമ്രാജ്യത്വത്തോട് സന്ധി ചെയ്യുന്ന ഒരു ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യാതിരിക്കാൻ വേണ്ടി ഡിവൈഡ് ആൻഡ് റോൾ എന്ന് പറയുന്ന സൈക്കോളജി വളരെ ഫലപ്രദമായി വിനിയോഗിക്കും. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവുക? എന്തുണ്ടാവും? മതസ്പർദ്ധ, വർഗീയത, കലാപം, ജാതീയത ഇവ ആളിക്കത്തിക്കും. അപ്പൊ തൊഴിലാളി സമരത്തിന് പോകാൻ വേണ്ടി ഒരു കൂട്ടർ നിൽക്കുമ്പോൾ ആ കൂട്ടത്തിലേക്ക് ഒരുത്തം കൂടി വന്ന് പറയും, ഈ അറിഞ്ഞില്ലേ നമ്മളെ ആൾക്കാർക്കെതിരെ ഇന്നൊരു പരാമർശം അവിടെ വന്നിട്ടുണ്ട്, അവർക്കെതിരെ നമുക്ക് പോകണം, കലാപം നടത്തണം. പിന്നെ ആരെ സമരം ചെയ്യേണ്ടാവുക? ഇത് ബ്രിട്ടീഷുകാർ വളരെ മനോഹരമായിട്ട് ഈ രാജ്യത്ത് ചെയ്ത് നടപ്പിൽ വരുത്തി. ഇവിടെ മാത്രമല്ല, എല്ലാ ബ്രിട്ടീഷ് കോളനിയിലും അവർ അതന്നെയല്ലേ ചെയ്ത്. അന്ന് ബ്രിട്ടീഷുകാർ ചെയ്തത് ഇന്ന് നമ്മുടെ രാജ്യത്തെ ആളുകൾ വളരെ ഫലപ്രദമായി ചെയ്യുന്നില്ലേ? എന്തിനാ നൂറ്റാണ്ടുകൾക്ക് ഇപ്പോഴും വളരെയധികം വൈകാരികമായ രീതിയിൽ മതങ്ങൾക്കും മതപൗരോഹിത്യത്തിനും ആളുകൾക്കും വലിയ രീതിയിൽ അവരുണ്ടാക്കുന്ന കോലാഹലങ്ങൾക്കും ഇത്രയും വലിയ ശ്രദ്ധ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ നിന്നും തൊഴിലാളികളെയും കർഷകരെയും മറ്റുള്ളവരെയും മുതലാളിത്തത്തിനെതിരെ സമരം ചെയ്യുന്നത് ഏകോപിക്കുന്നതിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി മതത്തിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ കർഷകരെ, ഇന്ത്യൻ തൊഴിലാളിയെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം എന്തുണ്ടാവും? സമരം ചെയ്യാൻ ആരുമുണ്ടാകില്ല. സമരം ചെയ്യാൻ ആരുമില്ല വെച്ചെങ്കിൽ പിന്നെ കുത്തക മുതലാളിക്ക് എന്താ കുഴപ്പം? അവന് ഇഷ്ടമുള്ള കൂലി കൊടുത്താൽ മതി. കൂലി ചോദിക്കാൻ വരുമ്പോൾ
തൊഴിലാളി പറയുകയാണ് കുത്തക മുതലാളിയോട്, അയ്യോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ എന്റെ കുടുംബം പുലരുക, ഞങ്ങൾ 5 പേര് ഉണ്ട്, ഞങ്ങൾ ഇതിനു മുമ്പ് എടുത്ത് നല്ല കൂലിയിൽ ജീവിച്ചിരുന്ന ഈ നിയമമൊക്കെ പറഞ്ഞിട്ട് മുമ്പ് പറഞ്ഞാൽ വേണമെങ്കിൽ മേടിച്ചിട്ട് പൊക്കട ചെക്ക എന്ന് പറയും ധാർഷ്ട്യത്തോടു കൂടി മുതലാളി. ആ നേരത്ത് അവൻ എന്ത് ചെയ്യും? പരിസരത്തുള്ള മറ്റു തൊഴിലാളികളൊക്കെ സംഘടിപ്പിക്കാൻ നേരത്ത് അവരെന്താ പറയാ, ഞങ്ങൾക്ക് നേരമില്ല, ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ ജാതിയുടെ മറ്റേതിന്റെ മീറ്റിംഗ് ഉണ്ട്, ഞങ്ങളുടെ ജാതിനെ കുറിച്ച് വേറൊരു ജാതിയിലെ ഒരു പുരോഹിതൻ വേറൊരു കുറ്റം പറഞ്ഞിട്ടുണ്ട്, അത് അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല, എന്നാൽ അതിന്റെ ജാതിയാ. അങ്ങനെ കമ്മ്യൂണൽ കമ്പാർട്ട്മെന്റുകളായി മനുഷ്യനെ മുതലാളിത്തം ഒരേ സമയം തന്നെ വിഭജിക്കുകയും കോർപ്പറേറ്റ് കുത്തകകൾ ഈ പറയുന്ന രീതിയിൽ ഭൂരിഭാഗം വരുന്ന ജനതയെ കൊള്ളയടിക്കുന്ന രീതിയിൽ നഗ്നമായ ചൂഷണം മാത്രം മുഖമുദ്രയാക്കിക്കൊണ്ട് ഇന്ത്യയിലെ, ലോകത്ത് മൊത്തം അത് തന്നെ നടക്കുന്നത്, ഇന്ത്യയിലെ കർഷകരെ, ഇന്ത്യയിലെ തൊഴിലാളികളെ, ഇന്ത്യയിലെ ഇടത്തരംകാരനെ എന്നു വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ 5% ഒഴിച്ച് 125 കോടി വരുന്ന ജനങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ ഇന്ത്യക്കാരനെ അതിന്റെ ഗൗരവം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഈ ജാതി വേഷം കെട്ടുകൾ രാജ്യത്ത് ഇറങ്ങേറും. യുവാക്കൾക്കാണെങ്കിൽ, കൗമാരത്തിൽ നിന്ന് പറഞ്ഞ യുവാക്കൾക്കാണെങ്കിൽ മറ്റേ കളിയുണ്ട് മൊബൈലില്, എന്താ അതിന്റെ പേര്, ഈ വെടിവെപ്പ് കളിയില്ലേ, എന്താ പറയാ, എല്ലാ പിള്ളേരും അതിന്റെ പിന്നാലെ. മിനിഞ്ഞാന്ന് വന്ന് 4 ലക്ഷം ഉറുപ്പ്യ മോളെ കല്യാണം കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്ന് കാണാനില്ല. ചെക്കൻ ഈ കളിക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. എല്ലാ വീട്ടിലും പിള്ളേരുടെ കയ്യിൽ മൊബൈൽ. അതെ, ഈ കൗമാരത്തുനിന്ന് പോയിട്ട് ഈ യൗവനത്തേക്ക് പോയിട്ട് ഇവര് സമരം ചെയ്തിട്ട് വേണ്ടേ ഇന്ത്യയുടെ തിലകക്കുറി മാറ്റാൻ. അപ്പൊ എന്ത് ചെയ്യാണ് മുതലാളിത്തം, എന്ത് ചെയ്യുന്നു? അങ്ങനെ തിലകക്കുറി വരുത്താൻ കൗമാരത്തിലെ നുള്ളിക്കളയാം. അപ്പൊ ഇവര് ഈ മൊബൈലില് ഗെയിമും, എന്താ അതിനൊരു പേരുണ്ടെന്നേ മറന്നു, 4 തുമ്പത്തുണ്ട്, എല്ലാ വീട്ടിലതാ കളി. ഇങ്ങനെ കളിച്ചാ പിള്ളേര് വേണ്ടേ ഈ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം നടത്താൻ. പബ്ജി, പിന്നെ മറ്റേത് വേറൊരു കളിയുണ്ട്. ഇത് കളിച്ചിരിക്കണ ഇവരനെ വെച്ചിട്ട് എങ്ങനെയാ നമ്മൾ സാമ്രാജ്യത്തിനെതിരെയും മുതലാളിത്തത്തിനെതിരെയും കുത്തക മുതലാളിത്തത്തിനെതിരെയും കോർപ്പറേറ്റ് കുത്തക മുതലാളിത്തത്തിനെതിരെയും സമരം ചെയ്യും. അപ്പൊ സമരം ചെയ്യാനില്ലാത്ത യുവതലമുറയെ ആദ്യം പിടിക്കണം. 2 വാക്ക്. ഫ്രീ ഫയർ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് മൊബൈലൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേണ്ടേ അവന്റെ കയ്യിൽ കൊടി കൊടുക്കാൻ, ഇൻഗുലാബ് വിളിക്കാൻ പറയാൻ. അപ്പൊ കൗമാരത്തിലെ പിടികൂടുക. കൗമാരത്തിന് കഴിഞ്ഞാലല്ലേ യൗവനത്തിലേക്ക് എത്തുക. യൗവനത്തിലെത്തിയാലല്ലേ രക്തരൂഷിതമായ രീതിയിൽ സമരം നടത്താൻ ഞങ്ങളുണ്ട്. ഇന്ത്യൻ കർഷകന്റെ, ഇന്ത്യൻ തൊഴിലാളികളുടെ മുച്ചൂടും മുടിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഈ നാടിന്റെ യുവതലമുറ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മുഷ്ടി ചുരുട്ടാൻ യുവതലമുറല്ല, മുഷ്ടി ചുരുട്ടേണ്ട കൈകളിലൊക്കെ മൊബൈല്, ഫ്രീ ഫയറാ. ഇതല്ലേ ഇനി ആരെങ്കിലും, അതല്ലേ അരാഷ്ട്രീയത പ്രചരിപ്പിക്കപ്പെടുന്നത് കൊണ്ടല്ലേ സംഘടനാ പ്രവർത്തനത്തിന്, അല്ലെങ്കിൽ മറ്റേ കോളേജിലും സ്കൂളുകളിലൊക്കെ ക്യാമ്പസുകളിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം മോശമാണെന്ന് പറയുന്നത് ആരാ? മതസംഘടനകളാ. അതൊന്നും പോവാൻ പാടില്ല. അതിന് പോയി എന്താണ്ടാവുക? ഇനി മതപൗരോഹിത്യത്തിനെ സാമ്രാജ്യത്വം വളരെ ഫലപ്രദമായി ഉപയോഗിക്കുകയല്ലേ. കോർപ്പറേറ്റ് കുത്തകകൾ എക്കാലവും ഇന്ത്യയിൽ മാത്രമല്ല ഏത് രാജ്യത്തും ലോകത്തിന്റെ ഏതു കോണിലുമുള്ള യാഥാസ്ഥിക മതമൗലികവാദികളുമായി ഒരു ചങ്ങാത്തമുണ്ടാവും, ബന്ധമുണ്ടാകും. തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കണമെങ്കിൽ ഈ പറയുന്ന യാഥാസ്ഥിക പൗരോഹിത്യത്തിന്റെ സഹായമില്ലാതെ ഒരു കോർപ്പറേറ്റ് കുത്തക മുതലാളിക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഇന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയാവുന്ന ഒരു FB ലൈവ് അല്ല. വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ വിചാരിക്കും, ചില ആളുകൾ വിചാരിക്കുന്നത് ഈ 6 ലക്ഷം രൂപ കോടി വിറ്റ് ഞങ്ങൾ സമാഹരിക്കും എന്ന് പറയുമ്പോൾ ഇവർക്ക് ആരെങ്കിലും കേന്ദ്ര സർക്കാരിനെ ഇതൊക്കെ സമാഹരിച്ചാൽ നമ്മൾ വിചാരിക്കുമ്പോൾ കുടുംബത്തിൽ 20 സെന്റുള്ള കുടുംബനാഥൻ 10 സെന്റ് വിൽക്കും. എന്തിനാണെന്നറിയോ? ചില നേരത്ത് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ. 10 സെന്റ് പോയാലും വേണ്ടില്ല, എൻ്റെ മോള് നല്ല രീതിയിൽ ജീവിക്കട്ടെ, അവളൊരു 30 പവനോ 40 പവൻ്റെ ആഭരണോ ഒരു 10-15 രൂപയ്ക്ക് സ്ത്രീധനം കൊടുക്കണം. ഒരു മധ്യവർഗക്കാരൻ്റെ സ്വപ്ന. അപ്പം നമ്മൾ ഇന്ത്യയുടെ 7 ലക്ഷം കോടി വിൽക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഇത് വിറ്റിട്ട്
ആരുടെയെങ്കിലും മക്കളുടെ കല്യാണം കഴിച്ചു കൊടുക്കാനുണ്ടോ? വാ, 7 ലക്ഷം കോടി രൂപ ഞങ്ങൾ വിൽക്കുകയാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുകയാണ്. അപ്പോൾ വിൽക്കാതിരിക്കണ ഈ ആക്രി കച്ചവടക്കാരാണോ രാജ്യം ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും MLA-മാരും MP-മാരൊക്കെ? വിവിധ വകുപ്പിനെ നയിക്കുന്നവർ, ക്യാബിനറ്റ് പദവിയുള്ളവരുടെ പരിപാടി രാജ്യത്തിന്റെ സാധനങ്ങൾ മുഴുവൻ വിൽക്കില്ല, കുത്തകൾക്ക് വിൽക്കില്ല, അത് പ്രഖ്യാപിക്കില്ല ആണോ? അപ്പൊ ഇതെന്ത് ജനാധിപത്യമാണ്? ഇത് തൊഴിലാളി വിരുദ്ധമല്ലേ? കർഷക സമരം ഇപ്പോഴും ഡൽഹിയിൽ നടക്കുക. ആർക്കാ ഛേദം? കർഷക ബില്ല് എന്ന് പറയുന്ന ബില്ലിനെ കുറിച്ച് ഞാൻ മുമ്പ് FB നടത്തിയിട്ടുണ്ട്. അത് ബാക്കിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാം. അപ്പോൾ ഞാൻ ഇന്നത്തെ FB ലൈവിന്റെ സംക്ഷിപ്തമായ രൂപത്തിലേക്ക് കടക്കുകയാണ്. 7 ലക്ഷം കോടിയോ 10 ലക്ഷം കോടിയോ എത്ര ലക്ഷം കോടി രൂപ പൊതുമേഖലയുടെ വിറ്റ് കേന്ദ്ര സർക്കാർ പണം സമ്പാദിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ പറയുന്ന മേഖലകളിലേക്ക് സ്വകാര്യ കോർപ്പറേറ്റ് കുത്തക മുതലാളിമാർ കടന്നു വന്നാൽ അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾ പാർശ്വവൽക്കരിക്കപ്പെടും. കോടിക്കണക്കിന് വരുന്ന ഈ തൊഴിലാളികൾ പണിയില്ലാണ്ടായാൽ എന്തുണ്ടാവും? കൂട്ടാത്മഹത്യകൾ പെരുകും. കുടുംബസമേത ആത്മഹത്യ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, കഴിഞ്ഞ 5 കൊല്ലം മുമ്പൊക്കെ ഹരിയാനയിലോ എവിടേക്കോ പരുത്തി കർഷകർ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തിരുന്നു കണ്ടില്ലേ? കൃഷിയിടങ്ങളിൽ മൺസാൻഡോ എന്ന് പറയുന്ന കോർപ്പറേറ്റ് കുത്തക കമ്പനിയുടെ വിത്തൊക്കെ പരീക്ഷിച്ചു നോക്കി. അതുപോലെ സർക്കാരിന്റെ എന്താ പറയാ, ഈ സാധനത്തിനെ കൃഷി ചെയ്ത് കിട്ടുന്ന സാധനം വിറ്റിട്ട് കടമെടുത്ത് വട്ടിപ്പലിശക്കാരെന്ന് കടമെടുത്തിട്ടൊക്കെ ഇന്ത്യൻ കർഷകൻ കൃഷി ചെയ്യുന്നത്. ആ കിട്ടുന്ന ഉൽപ്പന്നം വിറ്റ് അവന്റെ കടം വീട്ടാൻ തീരുന്നില്ല. കർഷകനെ ആകെന്താ പരിപാടി അറിയാം? കൃഷി ചെയ്യാൻ അറിയുള്ളൂ. വേറെ നിവൃത്തിയില്ല, മരിക്കന്നെ. എത്ര ആൾക്കാർ മരിച്ചു, എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു. അങ്ങനെ വന്നാൽ തൊഴിലാളികളും ഒന്നടങ്കം ആത്മഹത്യയിൽ. 1000 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളിക്ക് 300 രൂപ കൂലിയായി കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആരാ ചോദിക്കാനുണ്ടാവുക? ട്രിബ്യൂണലുകൾ ഉണ്ടാവില്ല, ലേബർ ട്രിബ്യൂണലുകൾ ഉണ്ടാവില്ല. പിന്നെ 10,000 കോടി രൂപയ്ക്ക് സർക്കാരിന്റെ ഒരു സാധനം മേടിക്കുന്ന മുതലാളി അതിൽ കൂലി കൊടുക്കേണ്ട ആളുടെ തീരുമാനം സർക്കാരിന് വിട്ടുകൊടുക്കാൻ അത്രമാത്രം തലക്കകത്ത് ആൾതാമസമില്ലാത്തവനല്ല കോർപ്പറേറ്റ് കുത്തക മുതലാളി. അവൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ. മിണ്ടാൻ പറ്റില്ല അവിടെ. അതിനകത്ത് എന്താ നടക്കുന്നത് പോലും പറയാൻ പറ്റില്ല. അവിടേക്ക് മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനമില്ല. അവിടെ സമരം പാടില്ല, അവിടെ ട്രേഡ് യൂണിയൻ പാടില്ല. അങ്ങനെ ഈ രാജ്യം എന്തായിത്തീരും? ഈ രാജ്യം ഒരു ശവപ്പറമ്പായിത്തീരും തൊഴിലാളികളുടെ. ഈ രാജ്യം പാവപ്പെട്ടവന്റെ, നിസ്വവർഗക്കാരന്റെ, അടിസ്ഥാന വർഗക്കാരന്റെ ശവപ്പറമ്പായി മാറാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകമായ ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ സമ്പത്ത് പേട്ടുവിലക്ക് ബഹുരാഷ്ട്ര കുത്തകകൾക്കും കോർപ്പറേറ്റ് കുത്തകകൾക്കും ദാനം വെക്കുന്ന ഈ പറയുന്ന ഭരണകൂടങ്ങളുടെ അജണ്ട തിരിച്ചറിയാനുള്ള സാമാന്യ യുക്തി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആ ആശങ്ക എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാൻ ഈ പറയുന്നത്, ഞാൻ ഇവിടെ ഇരുന്ന് FB ലൈവിൽ ഇരുന്ന് വികാരം കൊള്ളുകയല്ല, നഗ്നമായ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ പരിശീലിച്ചോളൂ, നിങ്ങൾ സ്റ്റഡി ചെയ്യൂ, നിങ്ങൾ ചിന്തിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതാണ് ശരിയെന്ന്. തുടർന്ന് ഇതിന്റെ നാളെ പകുതി ചെയ്യാം. ഇന്ന് സമയം ഒരുപാട് അതിക്രമിച്ചു. ഈ പറയുന്ന തൊഴിലാളി മേഖലയിലെ പ്രത്യേകതകളെ കുറിച്ച് ഒന്നുമായിട്ടില്ല. എണ്ണി ഞാൻ നാളെ പറയാം. ഇന്ന് ഇതുവരെ ശ്രമിച്ച എല്ലാവർക്കും നമസ്കാരം, നന്ദി, ഗുഡ് നൈറ്റ്.